രാജ്യത്ത് നിന്നിപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ലഡാക്കിലെ കലാപം. നേപ്പാളിന് പിന്നാലെ നമ്മുടെ ഇന്ത്യയിൽ ലഡാക്കിൽ 10,000-കണക്കിന് ചെറുപ്പക്കാർ തെരുവിലിറങ്ങി വ്യാപകമായി പ്രതിഷേധിക്കുന്നു. അല്ലെങ്കിൽ ലഡാക്കിലും ജൻസികൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം നയിക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത്. അക്രമങ്ങളിലേക്കും പോലീസ് വെടിവെപ്പിലേക്ക് നയിച്ച സംഭവങ്ങളിൽ ഇതുവരെ മരിച്ചത് 4 പേരാണ്. ഒടുവിൽ നിരോധനാജ്ഞ നടപ്പാക്കി അധികൃതർ നടപടികളും കർശനമാക്കി. ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നും ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക് തുടങ്ങിയ സമരം പെട്ടെന്നാണ് ഇത്തരമൊരു പ്രക്ഷോഭമായി മാറിയത്. ആരാണ് സോനം വാങ്ചുക്? എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാരിനെതിരെ ഉണ്ടായ ചെറുപ്പക്കാരുടെ അമർഷമാണോ ഈ പ്രതിഷേധം? എന്താണ് ലഡാക്കിൽ സംഭവിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. 2019-ൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെയാണ് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി മാറിയത്. നിലവിൽ 7 ജില്ലകളുള്ള ലഡാക്കിൽ നിയമസഭയില്ല. പകരം 2 ജില്ലാ കൗൺസിലുകളാണുള്ളത്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച ലഫ്റ്റനന്റ് ഗവർണർമാർക്കാണ് ഭരണ ചുമതല. ജമ്മു കാശ്മീരിന് കഴിഞ്ഞ വർഷം നിയമസഭ ലഭിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഭരണത്തിലേറിയപ്പോഴും ലഡാക്ക് മാത്രം കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലായി. ഇതോടെ ലഡാക്കിനുള്ള കേന്ദ്രഭരണ പ്രദേശ പദവിയെ സ്വാഗതം ചെയ്ത സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവർ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണത്തിന്റെ കീഴിൽ രാഷ്ട്രീയ ശൂന്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ചു തുടങ്ങി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ തങ്ങളുടെ ഭൂമി സംരക്ഷിക്കാനുള്ള പല അവകാശങ്ങളും ലഡാക്കിന് നഷ്ടമായി. സത്യത്തിൽ ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് 4 വർഷത്തോളമായി ലേയിൽ സമരവും പ്രതിഷേധ പരിപാടികളുമൊക്കെ നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ലേ ജില്ലയിൽ ഭൂരിപക്ഷം ബുദ്ധമത വിശ്വാസികളാണ് എന്നുള്ള കാര്യമാണ്. കാർഗിലിലാകട്ടെ കൂടുതലും മുസ്ലിം വിഭാഗവും. ലേ പ്രതിനിധീകരിക്കുന്നത് ലഡാക്ക് എപെക്സ് ബോഡി, കാർഗിലിനെ പ്രതിനിധീകരിക്കുന്ന കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകൾ ലഡാക്കിന് സ്വയം ഭരണവും സംസ്ഥാന പദവിയും ആവശ്യപ്പെട്ട് 2023 മുതൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ ഉന്നത സമിതിയുമായി ചർച്ചയിലാണ്. ഇവിടുത്തെ രാഷ്ട്രീയ മത ഗ്രൂപ്പുകൾ ആദ്യമായി ഒരു സംയുക്ത വേദിയിൽ കൈകോർത്തതും ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിലേറെയും കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഭരണഘടനയുടെ 6-ാം വകുപ്പ് ബാധകമാക്കുന്നതും സംസ്ഥാന പദവിയും കേന്ദ്രം ഒരുമിച്ച് നൽകില്ലെന്ന് പറഞ്ഞതായാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേന്ദ്രം തയ്യാറായതോടെ ലഡാക്കിൽ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന് ചൂടുപിടിച്ചു. 2024-ന്റെ പകുതിയോടെ ലഡാക്കിലെ ജനങ്ങൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ധർണ നടത്തുകയും സോനം വാങ്ചുക് ലേയിൽ നിന്ന് ഡൽഹിയിലേക്ക് കാൽനട യാത്ര നടത്തുകയും ചെയ്തിരുന്നു. ഈ വർഷം മെയ് മാസത്തിന് ശേഷം ഇത് സംബന്ധിച്ച ചർച്ചകളും നടക്കാതെയായി. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന് സമ്മർദ്ദം ചെലുത്താനായി LABക്ക് പിന്തുണയുമായി പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് സെപ്റ്റംബർ 10-ന് ലഡാക്കിൽ നിരാഹാര സമരം തുടങ്ങിയത്. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗവും നിരാഹാര സമരത്തിനൊപ്പം ചേർന്നു. സമരം തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒക്ടോബർ 6-ന് ചർച്ച നടത്താമെന്ന് അറിയിച്ചു. എന്നാൽ ചർച്ചകൾക്ക് വേഗം കൂട്ടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇതിനിടെ നിരാഹാരത്തിലുണ്ടായിരുന്ന 15 പേരിൽ 2 പേരുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ ചൊവ്വാഴ്ച ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായി. സമാധാനപരമായ അഭ്യർത്ഥനകൾ വർഷങ്ങളായി സർക്കാർ അവഗണിച്ചതോടെ നിരാശരായ യുവാക്കൾ തെരുവിലിറങ്ങി. ലേയിൽ നടന്ന പ്രകടനത്തിനിടെ ഒരു വിഭാഗം യുവാക്കൾ പോലീസിന് നേരെ കല്ലെറിയുകയും BJP ഓഫീസിന് തീയിടുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർ കടകൾ അടപ്പിച്ചു. പോലീസ് വാഹനങ്ങളടക്കം കത്തിച്ചു. ഒട്ടേറെ കടകൾക്കും കെട്ടിടങ്ങൾക്കും നാശമുണ്ടായി. ഇതോടെ പോലീസും അർദ്ധസൈനിക വിഭാഗവും സമരക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തു. പ്രതിഷേധത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ഒടുക്കം ലേ ജില്ലയിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163-ാം വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇതോടെ 5-ഓ അതിലധികമോ ആളുകൾ ഒത്തുകൂടുന്നത് വിലക്കി. സമാധാനപരമായി നീങ്ങിയ പ്രതിഷേധം കൈവിട്ടു പോയതോടെ സോനം വാങ്ചുക് തുടങ്ങിയ നിരാഹാര സമരം ബുധനാഴ്ച നിർത്തിവെച്ചു. സമാധാനം പാലിക്കണമെന്നും അക്രമത്തിലേക്ക് പോയാൽ നമ്മുടെ ആവശ്യം നിരാകരിക്കപ്പെടുമെന്നും അദ്ദേഹം പ്രതിഷേധക്കാരോട് പറഞ്ഞു. ഇനി നമുക്ക് ഈ സമരങ്ങളുടെയെല്ലാം തുടക്കക്കാരൻ എന്ന് പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്ന സോനം വാങ്ചുക് ആരാണെന്ന് നോക്കാം. 3 ഇഡിയറ്റ്സ് എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി സിനിമ ഓർമ്മയില്ലേ? അതിൽ അമീർ ചെയ്ത ഫുൻസുക് വാങ്ഡു എന്ന എഞ്ചിനീയർ ശാസ്ത്രജ്ഞനെ സിനിമാ പ്രേമികൾക്ക് അത്ര എളുപ്പത്തിലൊന്നും മറക്കാൻ കഴിയില്ല. സത്യത്തിൽ ആ കഥാപാത്രം സോനം വാങ്ചുക് എന്ന മനുഷ്യന്റെ കഥയായിരുന്നു. ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന എഞ്ചിനീയറിംഗ് ജോലി വലിച്ചെറിഞ്ഞ് തൻ്റെ നാട്ടിലെ പ്രകൃതി സംരക്ഷിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു ആക്ടിവിസ്റ്റിന്റെ കഥ. അന്ന് മാധ്യമങ്ങൾക്ക് അദ്ദേഹം നായകനായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം പ്രതിനായകനാണ്. കാരണം ലഡാക്കിൽ ജെൻസി മോഡലിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിലെ വില്ലനായി
കേന്ദ്ര സർക്കാർ ചിത്രീകരിക്കുന്നത് ഈ 59-കാരനെയാണ്. 1966 ലഡാക്കിലെ ലേ ജില്ലയിലെ ആൽച്ചിക്കടുത്താണ് സോനം വാങ്ചുക് ജനിച്ചത്. അച്ഛൻ സോനം വാങ്യാൽ, അമ്മ സെറിംഗ് വാങ്മോ. അവർ ലഡാക്കിലെ 90% പോലെ അന്നത്തെ അഷ്ടിക്ക് വക കണ്ടെത്തിയിരുന്ന പാവങ്ങളായിരുന്നു. ഗ്രാമത്തിൽ സ്കൂളുകൾ ഇല്ലാത്തതിനാൽ 9 വയസ്സ് വരെ അദ്ദേഹം സ്കൂളിൽ പോയിരുന്നില്ല. ആ പ്രായം വരെ അമ്മയാണ് അവർക്ക് അറിയാവുന്നത് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. 9 വയസ്സുള്ളപ്പോൾ ശ്രീനഗറിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഒരു സ്കൂളിൽ ചേർത്തു. എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടാത്തതിനാൽ മറ്റു കുട്ടികളുടെ ഒപ്പമെത്താൻ അവന് കഴിഞ്ഞില്ല. അതോടെ ക്ലാസ്സിൽ പലപ്പോഴും മണ്ടൻ എന്ന രീതിയിൽ അവൻ പരിഹസിക്കപ്പെട്ടു. കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി കൗൺസിലിങ്ങിനും വിധേയനാക്കി. ഈ ചികിത്സ സഹിക്കാൻ കഴിയാതെ 1977 അദ്ദേഹം ഒറ്റയ്ക്ക് ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ടു. ഡൽഹിയിലെ വിശേഷ് കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്കൂൾ പ്രിൻസിപ്പളിന്റെ അടുത്താണ് ഒരു ബന്ധുവഴി അദ്ദേഹം എത്തിപ്പെട്ടത്. ആ പ്രിൻസിപ്പളാണ് സോനം വാങ്ചുക്കിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തിയതും. അതേസമയം പഠിക്കാനുള്ള സാമ്പത്തിക സഹായം അദ്ദേഹത്തിന്റെ പിതാവ് നൽകിയിരുന്നു. മിടുക്കനായ അവൻ നല്ല പരിശീലനം കിട്ടിയതോടെ മിടുമിടുക്കനായി വളർന്നു. 1987 ശ്രീനഗറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടി. എന്നാൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തതിനെ ചൊല്ലി പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വിദ്യാഭ്യാസത്തിനുള്ള പണം സോനം സ്വയം ജോലി ചെയ്താണ് പിന്നീട് ഉണ്ടാക്കിയത്. 1988 ബിരുദാനന്തര ബിരുദവും ഉയർന്ന മാർക്കിൽ നേടി. ഈ സമയത്താണ് സോനം വാങ്ചുക്കിലെ ആക്ടിവിസ്റ്റ് ഉണരുന്നത്. ലഡാക്കിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്ര മോശമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം എഡ്യൂക്കേഷൻ ആക്ടിവിസമാണ് ആദ്യം സ്വീകരിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു പുരോഗമന സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയൂ എന്നായിരുന്നു വാങ്ചുക് എപ്പോഴും വിശ്വസിച്ചത്. എംടെക്കിന് ശേഷം അദ്ദേഹവും സഹോദരനും 5 സഹപാഠികളുമൊത്ത് തുടങ്ങിയ സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് എന്ന ആ ഒരു സംഘടന പിൽക്കാലത്ത് ലഡാക്കിന്റെ വിദ്യാഭ്യാസ മുഖം തിരുത്തിയ സംഘടനയായി മാറി. വിദ്യാഭ്യാസ വകുപ്പുമായും ഗ്രാമവാസികളുമായും സഹകരിച്ച് സക്മോൾ ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന പേരിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്കൂളുകൾ ഇല്ലാത്തിടത്ത് അവ സ്ഥാപിക്കുക, അധ്യാപകർ ഇല്ലാത്തിടത്ത് തങ്ങളുടെ സന്നദ്ധ പ്രവർത്തകരെ ഇറക്കി ക്ലാസ് എടുക്കുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൗജന്യ ഗൈഡൻസ് നൽകുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ അവർ നടത്തി. കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലും അദ്ദേഹം ഒരു പകരക്കാരില്ലാത്ത പ്രതിഭയായിരുന്നു. കർഷകർ നേരിടുന്ന ജലപ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനും ഊർജ്ജ സംരക്ഷണ തത്വങ്ങൾ പാലിച്ച് നിർമ്മിച്ച പരിസ്ഥിതി സൗഹാർദ്ദ വീടുകൾ, ഇന്ത്യൻ സൈന്യത്തെ മരം കോച്ചുന്ന തണുപ്പിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗങ്ങൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങൾക്ക് അദ്ദേഹം അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളിലൂടെ പരിഹാരമേകി. എന്നാൽ പിന്നീട് കാലങ്ങളായി ജനങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങിയ സർക്കാരിനെതിരെ വാങ്ചുക് പ്രതിഷേധങ്ങൾ ആരംഭിച്ചു വെച്ചു. -16°C താഴുമ്പോഴും ലേയിലെ LDS സ്റ്റേഡിയത്തിൽ വാങ്ചുക് നിരാഹാരം കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുക എന്ന ആവശ്യവുമായി ആയിരങ്ങൾ തടിച്ചുകൂടി. ആ പ്രക്ഷോഭമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന കലാപങ്ങൾക്കെല്ലാം കാരണം വാങ്ചുക് ആണെന്ന് പറയുകയും സാധ്യമല്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി ഉപവാസം അനുഷ്ഠിച്ച ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായതിനാലാണ് ഞാൻ 21 ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ സമാധാനപരമായ പാത പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെ പശ്ചാത്തലത്തിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഗാന്ധിജിയുടെ ശിഷ്യനെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന് വയലൻസിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സമരം അക്രമാസക്തമായതിനെ തുടർന്ന് നിരാഹാരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ തന്നെ ആരാധകർ അദ്ദേഹത്തെ മലമടക്കുകളിലെ ഗാന്ധി എന്നും വിളിക്കാറുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് നിലവിൽ സ്വയം ഭരണം നേടാനുള്ള അവകാശമില്ല. നിയമസഭയുടെ അഭാവം മൂലം സ്വയം ഭരിക്കാനും പ്രാദേശിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള അവസരങ്ങളും കുറഞ്ഞു. ഭരണത്തിലും വികസനത്തിലും കേന്ദ്രം തീരുമാനമെടുക്കുമ്പോൾ തദ്ദേശീയരെ പരിഗണിക്കാതെ എടുക്കുന്നു എന്ന വിമർശനവും ശക്തമാണ്. നേരത്തെ നിലവിലുണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ, ഭൂമി അവകാശങ്ങൾ, സംരക്ഷണം എന്നിവ കേന്ദ്രഭരണ പ്രദേശമായി ചുരുങ്ങിയതോടെ ദുർബലമാകുന്നു എന്നുള്ള കാര്യവും പ്രദേശവാസികൾ വ്യാപകമായി പരാതിപ്പെടുന്നുണ്ട്. തങ്ങളുടെ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള അധികാരം ലഭിക്കുന്നതിനാണ് പ്രതിഷേധക്കാർ ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നത്. വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയും സർക്കാർ നിയമനങ്ങളിലെ മെല്ലെപ്പോക്കുമാണ് ലഡാക്കിലെ ചെറുപ്പക്കാർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. ഒരു സർക്കാർ സർവേ പ്രകാരം ലഡാക്കിലെ 26.5% ബിരുദധാരികളും തൊഴിൽ രഹിതരാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ളതും ലഡാക്കിലാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ലഡാക്കിനായി ഒരു പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതുവഴി പ്രാദേശിക ജനങ്ങൾക്ക് കൂടുതൽ ജോലികളിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. നിലവിലൊരു പാർലമെന്റ് സീറ്റ് മാത്രമുള്ള ലഡാക്കിന് കേന്ദ്രത്തിൽ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ 2 സീറ്റുകൾ അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.